ഇത് ബ്രദറിൻ്റെ MFC-J3720 എന്ന് പറഞ്ഞ പ്രിൻ്ററാണ്. A3 കളർ ഡ്യൂപ്ലെക്സ് എടുക്കാൻ പറ്റിയ മൾട്ടി ഫങ്ഷൻ പ്രിൻ്റർ. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷത്തിന് മുകളിലായി. മോർ ദാൻ 55,000 പ്രിൻ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ റീസെൻ്റായിട്ടൊരു മെസ്സേജ് ഇപ്പോൾ ഇങ്ങനെ വന്നേക്കാണ്, ഇങ്ക് അബ്സോർബർ ഫുൾ എന്ന് പറഞ്ഞിട്ട്. ഈ ഇങ്ക് അബ്സോർബറിൻ്റെ പ്രശ്നം ഞാൻ ഇതിന് മുന്നേ എപ്സൻ്റെ പ്രിൻ്ററുകളാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. കുറേ കഴിയുമ്പോൾ ആ ഒരു ഇങ്ക് പാഡ്, അതിൻ്റെ ഒരു പാഡ് ഉണ്ട്, അത് മാറ്റേണ്ടി വരാറുണ്ട്. ഇതിലും അതായിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം സൺഡേ കാരണം അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അന്നാണെങ്കിൽ എനിക്ക് പ്രിൻ്റ് എടുക്കും വേണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പേജ് കൗണ്ട് ഉണ്ട്, അത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ തൽക്കാലത്തേക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. പിന്നീട് ഫ്രീ ആകുമ്പോൾ അത് സർവീസിന് കൊടുത്ത് ആ പാഡ് മാറ്റാമെന്നാണ് ഞാൻ നോക്കുന്നത്. ഇതിന് റീസെറ്റ് ചെയ്യാനായിട്ടൊരു വഴിയുണ്ട്. റീസെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മെനുവിലേക്ക് പോവുക. മെയിൻ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹോം ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ മെനു വരും. ഓക്കെ, ഇതിൽ സീരിയൽ നമ്പർ, റോം വേർഷൻ, അതുപോലെ പ്രിൻറ്റ് പേജ് ആയിട്ടുണ്ട്. 56,937 ആയിട്ടുണ്ട് പ്രിൻറ്റ് പേജ്. ഇനി ഇതിൽ ഈ ബ്ലാങ്ക് ആയിട്ടുള്ളതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വേറൊരു മെനു കൂടി വരും. ഇത് വന്നു കഴിഞ്ഞാൽ *2864 അടിക്കുക. ഓക്കെ, ഇനി ഇതിൽ 80 അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു മെനു വരും. ഇതിൽ ഇത് സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏരോ ബട്ടൺസ് തന്നെയാണ്. ഏരോ ബട്ടൺസ് ഇതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ട് വരും. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ചെയ്യുന്നതാണ്. പേജ് ഇതാണ് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ റീസെറ്റ് ചെയ്യാനായിട്ട് 2783 അടിച്ചു കഴിഞ്ഞാൽ റീസെറ്റ് ആവുമെന്നാണ് പറയുന്നത്. സെറ്റ് ആയിട്ടുണ്ടാവണം. ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യണം. നോക്കി നോക്കാം. റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 99 ആണ് അടിക്കേണ്ടത്. ഇതിപ്പോൾ ഈ എറർ പോയില്ല. അപ്പോൾ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ വേറൊരു FLSCL എന്ന് പറഞ്ഞിട്ടൊരു കൗണ്ടും കൂടി ഉണ്ട്. അത് എന്തിനുള്ള കൗണ്ടാണെന്ന് അറിയില്ല, പക്ഷെ അത് റീസെറ്റ് ചെയ്യണം കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കി നോക്കാം. അടച്ച് ഇതേപോലെ തന്നെ ഇതിൽ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുക. ദെൻ *2864. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എറർ വന്നു കഴിഞ്ഞാൽ 80 അടിക്കുക. 80. ഓക്കെ, FLSCL എന്ന് പറഞ്ഞൊരു കൗണ്ട് ഉണ്ട്. അത് എന്തിനുള്ള കൗണ്ടാണെന്ന് അറിയില്ല. ഒരു വലിയൊരു നമ്പറാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതും ഒന്ന് റീസെറ്റ് ചെയ്യാം. അതിന് റീസെറ്റ് ചെയ്യാനായിട്ട് 2783. ഓക്കെ, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. 99 അടിച്ചു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 99.
ഇപ്പം എന്തായാലും ആ എറർ പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ